ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ വന്നിരിക്കുന്നത് ഒരു പനീർ ബട്ടർ മസാല റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പനീർ ബട്ടർ മസാല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ എന്താ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ. 200 ഗ്രാം പനീറുണ്ട് ഇത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ട വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയെല്ലാം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിനെല്ലാം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും വലിപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് വായിലൊക്കെ ഇടാൻ എളുപ്പത്തിന് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെക്കാം. നമുക്ക് നമ്മുടെ കടായി ഒന്ന് അടുപ്പിലോട്ട് വെക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ബട്ടർ കേട്ടോ, ബട്ടർ ഇട്ട് കൊടുക്കാവേ. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണ് ഏറ്റവും ടേസ്റ്റ്. കാരണം ഇത് പനീർ ബട്ടർ മസാലയല്ലേ, അപ്പോൾ ബട്ടർ ഇടുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് മതി. നമുക്കിതൊന്ന് നമ്മുടെ പനീർ ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണേ. നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു നുള്ള്, അതേപോലെ ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇടുക കേട്ടോ. കേട്ടോ ഇതാ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോ ആയിട്ട് വെക്കുക കേട്ടോ. ഇനി അതിനകത്തോട് നമുക്ക് നമ്മുടെ പനീർ ഇട്ടൊന്ന് സോട്ട് ചെയ്യാവേ. നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്ന പനീറാണ്, ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. തീ കുറച്ചിടുക കേട്ടോ. ഒരു ലോ ടു മീഡിയം വെച്ചാൽ മതി. കാരണം പനീർ ഒരുപാട് കുക്കായി പോകരുത്. പനീർ കുക്കായി കഴിഞ്ഞാൽ പനീർ അങ്ങ് ഒരു കട്ടയാവും, റബ്ബർ പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റായിട്ട് ഇരിക്കണം പനീർ. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഇട്ടാൽ മതി ഫ്ലെയിം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓവർ കുക്കായി പോവല്ലേ. അപ്പോൾ അത് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തു നമുക്കിത് നമ്മുടെ ഒരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. അതായത് നമുക്കിനി ഒരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 2 മീഡിയം വലിപ്പമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി നമ്മുടെ കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഇര വെളുത്തുള്ളി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം. നമ്മൾ തക്കാളി എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി കാഷ്യൂ, ദെൻ ഒരു അര ടേബിൾ സ്പൂൺ നമുക്കൊരു മുളക് പൊടി കേട്ടോ. ഇത് ഞാനിപ്പോൾ നല്ല മുളകും അതുപോലെ കാശ്മീരി മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയാണ്. നിങ്ങൾ കാശ്മീരി പൊടി മാത്രം ഉപയോഗിക്കുന്ന കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. നല്ല മുളകാണെങ്കിൽ നിങ്ങളുടെ എരി അനുസരിച്ചുള്ളത് ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ മിക്സാണ്. ഇത് നമുക്ക് ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുളക് പൊടിയില്ല, നല്ല വലിയ മുളകായിട്ട് തന്നെ ഉള്ളെങ്കിൽ അതൊന്ന് കുതിർത്തിട്ട് ആഡ് ചെയ്താലും മതിയേ. അതുപോലെ ഒരു നുള്ള് മഞ്ഞളും കൂടെ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ നമ്മൾ നന്ന പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരയണേ. നിങ്ങളെടുക്കുന്ന തക്കാളിയൊക്കെ നല്ല കളറുള്ള തക്കാളിയാണ്, നല്ല പഴുത്ത നല്ല റെഡ് കളറുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ. ഈ ഒരു കളറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. നമുക്ക് വീണ്ടും നമ്മുടെ കടായി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. നമ്മൾ പനീർ ബട്ടർ ഇട്ട് സോട്ട് ചെയ്തതാണേ. ഇതിനകത്തോട്ട് നമുക്ക് നല്ലൊരു ക്യൂബ് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നല്ലൊരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ബട്ടർ ശ്രദ്ധിക്കണം, സോൾട്ടഡ് ആണോ നോക്കണം. അൺസോൾട്ടഡ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്യുകയാണേ. നമ്മുടെ ബട്ടർ മെൽറ്റ് ആവുന്നുണ്ട്. നമുക്കിത് ഒരു ടീസ്പൂൺ ജീരകം കേട്ടോ, ചെറുജീരകമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ.
2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, അര ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാവേ. ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെക്കാൻ നോക്കുക കേട്ടോ. ലോ ഫ്ലെയിമാണ്. ഇതിനകത്തോട് നമുക്ക് നമ്മൾ കുഞ്ഞായിട്ട് നല്ല കുത്തി കുത്തി അരിഞ്ഞ് വെച്ചേക്കണ 2 മീഡിയം സൈസ് സവോളയാണ് അതോടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെക്കുക കേട്ടോ. ഞാനൊരു കുറച്ച് ഉപ്പും കൂടെ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സവോള ഒന്ന് നന്നായിട്ട് വയന്ന് കിട്ടാനായിട്ട്. പെട്ടെന്ന് നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്താണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഏകദേശം സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇതേ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞായിട്ട് തന്നെ കൊത്തി അരിഞ്ഞിടാന്ന് നോക്കാം കേട്ടോ. നമ്മുടെ മസാലക്കകത്തൊക്കെ നമ്മുടെ കറിക്കകത്ത് നല്ല കുഞ്ഞായിട്ട് വേണം കേട്ടോ. നീളത്തിൽ അരിയല്ലേ, കുഞ്ഞായിട്ട് തന്നെ കൊത്തി അരിയാൻ നോക്കാം. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട്. നമുക്കിനി നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് നമ്മൾ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ തക്കാളിയും കാഷ്യും ഒക്കെ ആഡ് ചെയ്തേക്കുന്ന കാരണം ഇത് കുറച്ചുകൂടെ കുറുകി വരും. ഇതൊരു കുറുകിയ മസാലയാണ്, നല്ല കുറുകിയാണ് ഇരിക്കേണ്ടത്. എങ്കിലും നമുക്കൊന്നുകൂടെ ഒന്ന് കുറുകിയിരിക്കും. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. നിങ്ങൾക്ക് വേണ്ട ഗ്രേവി അനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യണേ. നമുക്കൊരു കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി സവോള വഴറ്റിയപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനേ. നമുക്കിത് ഫുൾ ഫ്ലെയിം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, ഇതിന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ബട്ടറൊക്കെ ആയതുകൊണ്ട് ഒരുപാട് എണ്ണയൊന്നും വരില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോടെ നമ്മൾ ആദ്യം സോട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ പനീറിൻ്റെ ക്യൂബ്സ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഒരു മോഡറേറ്റ് മീഡിയം രീതിയിലിട്ടാണ് കേട്ടോ ഫ്ലെയിം ഇട്ടേക്കണത്. ഇനി നമുക്കിതിനകത്തോടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ട പനീറും നമ്മുടെ ഗ്രേവി ആയിക്കോട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കസ്തൂരി മേത്തി, നമുക്ക് മാർക്കറ്റിലൊക്കെ ഈസിയായിട്ട് അവൈലബിൾ ഉള്ളതാണേ. നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓപ്ഷണലാണ്. ഇത് ഇട്ട് കഴിയുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതോടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയാണേ, അതോടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു നോർത്തേൺ കറി ആകുമ്പം ഈ കസ്തൂരി മെത്തി മല്ലിയിലയൊക്കെ ഉള്ളപ്പോൾ വന്നിട്ട് അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് വരിക. അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നോർത്തേൺ കറികൾക്കൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വെന്താൽ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ ബട്ടർ നമ്മൾ സോട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് കിടന്ന് ഓവർ കുക്കായി പോകരുത്. ബട്ടർ കുക്കായി കഴിഞ്ഞാൽ, ഒത്തിരി ഓവറായി കുക്കായി കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെ ആവും കേട്ടോ, സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയാണ് എൻ്റെ. നിങ്ങൾക്ക് ഇച്ചിരൂടെ ഗ്രേവി ലൂസ് ആണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു നുള്ള് പഞ്ചസാര കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനത് ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഓഫ് ആക്കുന്നതിന് മുമ്പ് ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാനിതൊന്ന് ഒരു 2 മിനിറ്റിലേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണേ.
ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള ബട്ടർ പനീർ മസാല ഇവിടെ റെഡിയാണ് കേട്ടോ. നമുക്ക് ഇനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാവേ. ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം, ഞാനതിനകത്ത് ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തേക്കുന്ന കാരണം മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയുടെ ആഡ് ചെയ്യാം കേട്ടോ. മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ട് ഗരം മസാലയുടെ അളവ് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യാവേ. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.